ഇന്ന് നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ബീഫ് കറീൻ്റെ റെസിപ്പി നോക്കാം. അപ്പോൾ അതിൻ്റെ വീഡിയോ കാണുന്നതിന് മുന്നായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ. അപ്പോൾ ഈ ഒരു കറി ഉണ്ടാക്കാനായിട്ട് ഞാൻ 1/2 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത ശേഷം നല്ലതുപോലെ കഴുകി വെള്ളമെല്ലാം കളഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്നതാണ്. ഇത് നമുക്ക് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 2 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. വേവിക്കുന്ന സമയത്ത് ബാക്കി നമ്മൾ പിന്നീട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ കൈ കൊണ്ടൊന്ന് കുഴച്ചെടുക്കാം. മസാലകളൊക്കെ ഒന്ന് നല്ലതുപോലെ പിടിപ്പിച്ചെടുക്കണം. കുഴച്ചിട്ട് നല്ല രീതിക്കൊന്ന് കുഴച്ച് പിടിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് ഒന്നും കൂടി മിക്സ് ചെയ്ത ശേഷം നമുക്കിത് അടുപ്പത്ത് വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു 3 വിസിൽ ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ടും പിന്നെ ഒരു 3 വിസിൽ കുറച്ച് വെച്ചതിന് ശേഷം കുക്ക് ചെയ്തെടുത്താൽ അത്യാവശ്യം വെന്ത് കിട്ടും. പിന്നെ ഓരോ ബീഫിനനുസരിച്ചിട്ട് നല്ല മാറ്റം വരും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് നോക്കിയിട്ട് ആയിട്ടില്ലെങ്കിൽ ഒന്നുകൂടി കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ബീഫ് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ട സവാളയെല്ലാം വഴറ്റിയെടുക്കാം. അതിനായിട്ട് ഒരു പാത്രം വെച്ച് ചൂടായ ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. 1 ടേബിൾ സ്പൂണൊക്കെ മതിയാവും. എന്നിട്ട് അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. അതൊന്ന് സോർട്ട് ചെയ്തെടുത്ത ശേഷം നമുക്കിതിലേക്ക് സവാള നീളത്തിൽ കട്ടിയില്ലാണ്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസ് വലുപ്പത്തിൽ വരുന്ന 2 സവാള എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വഴണ്ട് വരാൻ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്ത ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് നല്ല രീതിക്ക് ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് ഒരു പച്ചമുളക് നടുവേ കീറിയത് കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയ ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാള നല്ലതുപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു മീഡിയം സൈസ് വലുപ്പത്തിൽ വരുന്ന തക്കാളിയുടെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിത് ഒന്നുകൂടി വഴറ്റിയെടുക്കാം. ഇപ്പം നല്ലതുപോലെ സവാളയും തക്കാളിയും എല്ലാം നല്ല രീതിക്ക് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ട മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവ് ഒരുപാട് പറ്റാത്തവർക്ക് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്താലും മതി. ഇനി നമുക്കിതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കണം. ഏകദേശം ഒരു 2 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ ഇളക്കിയെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ബീഫ് നല്ലതുപോലെ വെന്തിട്ടുണ്ട്. നമ്മുടെ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം മാത്രമേ ഇനിയിപ്പോൾ ഇതിലുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഓവർ വറ്റിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ബീഫ് നമ്മുടെ ആ ഒരു മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ബീഫ് കൂടി ചേർത്ത് കൊടുത്ത ശേഷം നമുക്കിതെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ വെള്ളം കുറച്ചുകൂടി കുറവാണ്, കുറച്ചുകൂടി ഗ്രേവി വേണമെന്ന് തോന്നുന്നവർക്ക് ഒരു 1/4 കപ്പ് അല്ലെങ്കിൽ 1/2 കപ്പ് വെള്ളം കൂടി ചൂടാക്കിയതിന് ശേഷം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി തിളപ്പിച്ചിട്ട് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തെടുത്ത ശേഷം നല്ല രീതിക്കൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് കറീൻ്റെ റെസിപ്പിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ.